ഹായ് ഹായ് മക്കളെ. ഇപ്പോൾ രാത്രി 10 മണി പെട്ടെന്നിരുന്നപ്പോൾ ഒരു ട്രിപ്പ് അടിക്കാതെ വെച്ചു. എങ്ങോട്ടാണെന്നും പ്ലാനൊന്നുമില്ല, ചുമ്മാ അങ്ങോട്ട് ഇറങ്ങുകയാണ്, പോവാണ്. എണ്ണ അടിക്ക്, ഫുൾ ടാങ്ക് അടിക്കുക, എങ്ങോട്ടെങ്കിലും വിടുക. എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാം. അപ്പൊ ഞങ്ങൾ എന്തായാലും പോകുന്ന വഴിക്ക് അപ്ഡേറ്റ് തരാം. വണ്ടി പോകുന്ന വഴിക്ക് നിങ്ങൾ പുറപ്പെടുക. പെട്രോൾ അടിക്കാൻ പെട്രോൾ പമ്പ്. യാത്ര തുടങ്ങുന്നു. പുത്തമ്പറമ്പിൽ BPCL പമ്പ് അതിരപ്പള്ളി. ഓക്കെ ശരി മോനെ. ഓക്കെ. പോകുന്ന വഴിക്ക് ചായ കുടിക്കാനായിട്ട് സ്ഥലത്ത് ചേർത്ത്. ചായ അല്ല, നട്ടപ്പാതിരയ്ക്ക് ജ്യൂസാണ് കുടിക്കുന്നത്. അതെ, ജ്യൂസ്. രാത്രി ചായ ഒന്നും കിട്ടിയില്ല, അപ്പൊ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞ നിർത്തിയാണ്. ഞാൻ പിന്നെ ജ്യൂസ് കുടിച്ച് ഞാൻ ചായ. അതെ, കട്ടൻ ചായ. രാത്രി കട്ടൻ ചായ. അതെ, കട്ടൻ ചായ. ആയ പറയുന്നുണ്ട് ചായയാണ്. പിന്നെ ഈ നട്ടപ്പാരയ്ക്ക് ജ്യൂസ് കുടിച്ച് എനിക്ക് വയ്യ. അത് നല്ലതാണ് ഇപ്പൊ. അതെ, ചായ കുടിയൊക്കെ ഞങ്ങള് മക്കളെ. ലോറിയൊക്കെ നിരത്തിയിട്ടിരിക്കുകയാണ്. നല്ല ഇടക്കിടക്ക് നല്ല കോടയൊക്കെ കിട്ടുന്നുണ്ട്. എവിടെയാണ് സ്ഥലം ഞങ്ങള് നേരം വെളുക്കുമ്പോൾ പറയാം. അതെ, ഒട്ടും പ്ലാൻഡ് അല്ല, ഞങ്ങളിങ്ങനെ വെറുതെ ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് ചെറിയൊരു വാട്ടർഫോൾസ് കുറെ പേര് അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്, അടിച്ചു പൊളിക്കുന്നുണ്ട്. അയ്യോ, എല്ലാരും വൈബ് പിടിക്കുക. ശനിയാഴ്ച രാത്രിയായിട്ട്, ഞായറാഴ്ച വെളുപ്പിനായല്ലേ സമയം. ഞായറാഴ്ചയായി, ഞങ്ങളും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വണ്ടി ഓടിച്ച് കഴിഞ്ഞു. നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് കേരള തമിഴ്നാട് ബോർഡർ തേനി, കമ്പന്തേനി 63 കിലോമീറ്റർ, കൊച്ചി 236, ദിണ്ടിക്കൽ. ഞങ്ങള് മുന്നോട്ട് തന്നെ, പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ. 159, ചെന്നൈ ബാംഗ്ലൂരു, ചെന്നൈ പോയി വട കഴിക്കാം. അങ്ങനെ നമ്മൾ തമിഴ്നാട് കയറിയിരിക്കുന്നു. തമിഴ്നാട് ടോൾ റോഡ് യാത്രയാണ്. ഞങ്ങള് തങ്ങണമെന്നൊക്കെ ഓർത്ത് റൂമൊക്കെ നോക്കി, പിന്നെ ഓർത്ത് വേണ്ട വിട്ടേക്കാം എന്ന് ഓർത്തു. അങ്ങനെ എന്തായാലും റോഡ് ഇങ്ങനെ കിടക്കല്ലേ, പോവാം. തമിഴ്നാട് ചെക്ക് പോസ്റ്റ്, ഫോറസ്റ്റ് പോസ്റ്റ്. നിൽക്കുന്ന സാധനം മ്ലാവാണോ എന്തോ? മ്ലാവല്ല, എന്തോ ഒരു സാധനം. തമിഴ്നാട് കയറിയപ്പോ അതിന്റെ കഴുത്തിലൊരു മുറിവുണ്ട്. കസ്തൂരിമാൻ. പക്ഷെ അതിന്റെ കഴുത്തിലൊരു മുറിവുണ്ട്. അത് കസ്തൂരിമാനല്ല, അങ്ങനെ കസ്തൂരി സാധനം എന്തോ പറയുന്നേക്കാം. കമന്റ് ചെയ്യാ. കസ്തൂരിമാനല്ലത്, കസ്തൂരിമാനല്ലേ കഴുത്തിലിങ്ങനെ ഇതുള്ളത്. ഞങ്ങളിപ്പം കമ്പം തേനി റോഡിലൂടെ സഞ്ചരിക്കുകയാണ്. പക്ഷെ കഴുത്തിൽ മുറിവ് പോലെ തോന്നി കേട്ടോ, നല്ല റൗണ്ടില്. അതോ കസ്തൂരിയാണോ? എന്തായാലും നോക്കാം, എന്താണോ അറിയാവുന്നൊരു കമന്റ് ചെയ്യുക. ഇതെന്താ സാമ്പാടിയറാണോ മ്ലാവാണോ എന്തോ? രാത്രി കാട്ടിലൊരു മ്ലാവിനെ കണ്ടു. വരുന്ന വഴിക്ക് കണ്ടൊരു അമ്പലമാണ്. തമിഴ്നാട് അമ്പലത്തിനൊക്കെ ഒരു പ്രത്യേക ഭംഗി. ഒരു വെള്ളയും റെഡും ഒക്കെ പെയിൻ്റ് അടിച്ചിട്ട് ഒരു മൂടാണ്. ഇവിടെ ലോറിയൊക്കെ സൈഡിൽ
നിർത്തിയിട്ടേക്കുവാ. കാട്ടുപാതയാണ്. ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി റൂം തപ്പി ഒരു റൂം സെറ്റായിട്ടുണ്ട്. റൂം സെറ്റായിട്ടില്ല, ഇവിടെ വന്നേ ഉള്ളൂ. ഇനി അകത്തോട്ട് കയറി നോക്കണം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇനി അകത്തോട്ട് പോയി ചോദിക്കണം റൂമുണ്ടോ ഇല്ലയോ. ഒന്ന് ഫ്രഷ് ആകണം. ഇപ്പം എന്തായാലും രാവിലെ 4 മണിയായി. ഉറങ്ങാനൊന്നും പറ്റത്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകണം, ഒന്ന് റെസ്റ്റ് എടുക്കണം. എന്തായാലും നോക്കട്ടെ റൂം കിട്ടുവാണ്. ഞങ്ങൾക്ക് നമ്മളെ റൂമുകാരൻ തേച്ചു ഗൈസ്. അതെ, റൂം ഇവിടെ ചെറുപ്പം ഇവിടുത്തെ മുള്ളൊക്കെ ചെറുപ്പം. ഞങ്ങള് തമിഴ്നാടിന്റെ വഴി കൂടെ തന്നെ നല്ല നല്ല വഴി കൂടെ സഞ്ചരിച്ച് കയറി വന്ന് ഒരു മാർക്കറ്റ് എത്തി. അവിടെ നിന്ന് ഒരു അമ്പലത്തിന്റെ ടെമ്പിൾ റോഡ് അല്ലേ കയറി ഞങ്ങൾ പോവാണ്. ഇവിടെ ഫുള്ള് രാവിലെ ആട്ടിറച്ചിയാണ് കേട്ടോ. ഫുള്ള് ആടിനെ ഇറക്കുന്നുണ്ട് ഇഷ്ടം പോലെ. ആട് കോഴിയൊക്കെ ഉണ്ട്. ആട് കോഴി എല്ലാം ഉണ്ട്. ചെറിയ മഴയും ഉണ്ട്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങോട്ടാണ്? തമിഴ്നാട് ഗ്രാമത്തിനുള്ളിലൂടെയുള്ള ഒരു യാത്രയാണ്. തമിഴ്നാട് പട്ടി ഓടിച്ചു കഴിയും. പട്ടികൾ ഞങ്ങളെ പിന്തുടരുന്നുണ്ട്. വെളുപ്പിനെ ഈ കാറ് കണ്ടപ്പോൾ ഒരു പട്ടി ഓടുന്നുണ്ട് കുറെ. ഏതായാലും നോക്കട്ടെ, ഞങ്ങളൊരു ഡെസ്റ്റിനേഷൻ ഇട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഞങ്ങൾ നോക്കട്ടെ, ഏറ്റവും നല്ല സ്പോട്ടൊക്കെ കാണുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ കാണിക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങളങ്ങനെ വണ്ടി ഓടിച്ചോടിച്ച് നേരെ പല പിളർന്നു വരുന്നേ ഉള്ളൂ. കോഴിയെ കൂന്നുണ്ട്, മയിലിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്, കിളികളിലെ നല്ല സൗണ്ട് ഉണ്ട്. അതെ, ഞങ്ങളിവിടെ ഒരു ചെക്ക് പോസ്റ്റിന്റെ ഭാഗത്ത് നിൽക്കുവാണ്. 6 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറക്കുമെന്നാണ് പറയുന്നത്. ചെക്ക് പോസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും സ്ഥലം ഏതാന്ന് പറയാം. അതെ, നമ്മളങ്ങോട്ട് കയറട്ടെ. ചെക്ക് പോസ്റ്റിന് വേണ്ടി മുമ്പ് ബാക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്. ബാക്കിലാണ് കണ്ട ചെക്ക് പോസ്റ്റ് തുറന്നിട്ടില്ല. അവിടെ നല്ല കോടയാണ്, എത്രത്തോളം കാണാൻ വേണ്ടി അറിയത്തില്ല. ഞങ്ങൾ വന്ന വഴി അത് അടിപൊളിയാണ് കേട്ടോ. അതെ, ഇങ്ങനെയുള്ള വഴി, ആ ബാക്കിലുള്ള വഴിയാണ് ഇങ്ങനെ വന്നത്. എന്നിട്ട് ഞങ്ങള് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള കാഴ്ചകൾ കാണിക്കാം. നമ്മൾ ആ വഴിയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ അമ്പലമൊക്കെ ഉണ്ടല്ലോ. ചെക്ക് പോസ്റ്റ് തുറന്നിട്ടില്ല. അങ്ങോട്ട് നല്ല ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് തുറന്നാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ. നല്ല നോക്കട്ടെ എന്താവുന്നു. 6 മണിക്ക് തുറക്കുമെന്നാണ് പറഞ്ഞത്. ഇതുവരെ 6 മണി ആകുന്നേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റ് വരുന്നു എല്ലാം. എന്താ നല്ല കിളികൾ കരയുന്നതും ഇടക്ക് മയിലിന്റെ കരച്ചിലൊക്കെ കേൾക്കണം അല്ലേ. അതെ, ഇങ്ങോട്ടൊക്കെ കാടാണ്. എന്തായാലും ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ.